അല്ല, ഞാൻ പറയുന്നത് സ്മാർട്ട് ക്രിയേഷനെ അത് അല്ലേ ആധികാരികമായ ഒരു കമ്പനിയാണ്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആക്ഷേപവുമില്ല. കാരണം ആ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആധികാരികത വച്ചിട്ടാണ് ഞങ്ങൾ ഈ വാറണ്ടിയും ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത്. കാരണം ഞങ്ങളൊരു ഞാൻ ബോർഡ് പ്രസിഡൻ്റായി വന്നതിന് ശേഷം തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി എത്രയോ കൊടിമരങ്ങൾ അവിടേക്ക് ഞങ്ങൾ ഈ പ്ലേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. ആ ആധികാരികതയെ ബേസ് ചെയ്ത് തന്നെയാണ് ഞങ്ങളിപ്പോൾ അവിടേക്ക് ഞങ്ങളും കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ എന്താണോ തട്ടിപ്പ് പുറത്തു വരുന്ന വാർത്തകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹതയെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനെയൊക്കെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ. ആ അന്വേഷണം ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം വേറൊരു അന്വേഷണം ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ നിവൃത്തിയില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് കോടതിയോട് മാത്രമേ അത് ആവശ്യപ്പെടാം. കോടതി ഇത് കൃത്യമായിട്ട് പറയും. പിന്നെ ഞങ്ങളുടെ വിജിലൻസ് കൃത്യമായ കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ഞങ്ങളുടെ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഒരുപക്ഷേ പുറത്തു വന്നേക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമുക്ക് ഈ 1998 വിജയ് വലിയ സ്വർണം പൂശിയ രേഖകൾ നമുക്ക് നമ്മുടെ ദിവസത്തിൻ്റെ കയ്യിലുണ്ടോ? എവിടെയൊക്കെയാണ് പൂശിയത്? ഈ 99 രേഖകളൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് മരാമത്ത് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ചെയ്തത്. 99 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വരെ ശബരിമലയിലെ കണക്കിനെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഒരു 10-15 വർഷങ്ങളായിട്ടാണ് ശബരിമലയിൽ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പൊക്കെ എന്തായിരുന്നു സ്ഥിതി എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൽ ഇതെല്ലാം പുറത്തു വരുമല്ലോ.